തുടരുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ കത്രിക വയറ്റിൽ കുടുങ്ങിയ അടിവാരം സ്വദേശിനി ഹർഷിനെ നമ്മൾ ആരും മറന്നിട്ടില്ല. ഹർഷിനെ വീണ്ടും സമരമുഖത്തേക്ക് ഇറങ്ങുകയാണ്. വീഴ്ച വരുത്തിയ ഡോക്ടർമാർക്കെതിരായ അച്ചടക്ക നടപടിയും നിയമ നടപടികളും വേഗത്തിലാക്കണമെന്നും നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ടാണ് വീണ്ടും സമരത്തിനൊരുങ്ങുന്നത്. നീതിക്ക് വേണ്ടിയുള്ള ഹർഷീനയുടെ പോരാട്ടം നാളുകൾ പിന്നിടുന്നു. പലതവണ സർജറിക്ക് വിധേയമായിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒരു കരുണാർഹമായ നിലപാട് ഉണ്ടാവുന്നില്ല എന്നാണ് ഹർഷീന പറയുന്നത്. വീണ്ടും പ്രക്ഷോഭ രംഗത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലുമാണ്. ഒരു നീതി നൽകുമെന്ന് പലപ്പോഴും പറയുന്നുണ്ട്. ഒരു കിരണം പോലും ഇപ്പോഴും താങ്കളിലേക്ക് എത്തുന്നില്ല എന്നതല്ലേ വാസ്തവം. തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും വലിയൊരു അനാസ്ഥയ്ക്ക് ഇരയായി എല്ലാ തെളിവുകളോടും കൂടി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞിട്ടും ഈ ആരോഗ്യവകുപ്പ് മന്ത്രി അന്ന് തൊട്ട് ഹർഷനക്കൊപ്പമാണ് സർക്കാർ, മുഖ്യമന്ത്രി അടക്കം നമ്മളെ കാര്യത്തിൽ തീരുമാനമാവും, നീതി ഉറപ്പാക്കുന്നു പറഞ്ഞു എന്നല്ലാതെ ഒരു തരത്തിലുള്ള നീതി ഇതുവരെ നമുക്ക് ഉറപ്പായിട്ടില്ല. അപ്പോൾ അവസാന പ്രതീക്ഷയായിരുന്നു കോടതി. അപ്പോൾ അവിടെ പോലും നമ്മളെ അവഗണിക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടിട്ടുള്ളത്. ഈ കുന്നമംഗലം കോടതിയിൽ ഈ ക്രിമിനൽ കേസ് വിചാരണ തുടങ്ങാനിരിക്കുന്ന സമയത്താണ് അവിടെ പോയിട്ട് ഞങ്ങൾ നിരപരാധികളാണെന്ന് പറഞ്ഞ് ഡോക്ടേഴ്സ് പോയിട്ട് ഹൈക്കോടതിയിൽ സ്റ്റേ വാങ്ങിപ്പോകുന്നത്. നമ്മളെ ഭാഗം കേൾക്കാൻ പോലുള്ള ഒരു സമയം തരാതെ അവർ സ്റ്റേ കൊടുത്തു. ഇത്രയും അധികം തെളിവുകൾ ഉണ്ടായിരുന്നിട്ടുണ്ട്. അപ്പോൾ ഈ അവസാന ഒരു പ്രതീക്ഷ കോടതിയാണ്. ഇപ്പം ഒരു കോമ്പൻസേഷന് വേണ്ടി നമ്മൾ എന്തായാലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള നീതി ഉറപ്പാവില്ല എന്ന് ഉറപ്പായപ്പോഴാണ് നമ്മളിപ്പോൾ കോടതിയിൽ കോമ്പൻസേഷന് വേണ്ടി ഫയൽ ചെയ്തിട്ടുണ്ട്. അതിന് തീരുമാനമായി വരുമ്പോഴേക്ക് എന്നാന്ന് നമുക്കറിയില്ല. കോടതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ അങ്ങനെയാണല്ലോ. നമ്മളെ നഷ്ടങ്ങൾക്ക് ആ ഒരു സമയത്ത് നഷ്ടപ്പെട്ട സമയത്താണല്ലോ നമുക്ക് നഷ്ടപരിഹാരം വേണ്ടത്. അപ്പോൾ അതിന് ഒരു തീരുമാനം അല്ലെങ്കിൽ ഇത് ചെയ്തവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി ആരോഗ്യവകുപ്പ് മന്ത്രിന്റെ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്ത് തരത്തിലുള്ള നീതിയാണ് ഇവർ നമുക്ക് ഉറപ്പാക്കുന്നത്? ഇനി ഒരാൾക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാവാനും പാടില്ല. അപ്പോൾ നീതി കിട്ടുന്നത് വരെ എവിടെയാണോ കിട്ടുന്നത് വരെ പോരാട്ടം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിരന്തരമായ ഒരു സമരത്തിന് തൽക്കാലം ആരോഗ്യാവസ്ഥ സമ്മതിക്കാത്തതുകൊണ്ടാണ് നമ്മൾ കുറേ മാറി നിന്ന് ഇനി ഏതെങ്കിലും രൂപത്തിലൊരു നീതി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. നീതി കിട്ടും വരെ സമരം ചെയ്യാന്നുള്ളത് തന്നെയാണ് പോരാട്ടത്തിലല്ല. നീതി എവിടെ കിട്ടുന്നു അവിടെ വരും. കാരണം നമ്മൾ അത്രയും തളർന്നു കഴിഞ്ഞു. ഇനി ഒരാൾക്ക് ഇത്രയും വലിയൊരു ഗതികേട് ഉണ്ടാവാൻ പാടില്ല. ഈ ഡോക്ടർമാർ കോടതിയിൽ പറഞ്ഞത് അവരെ കുറ്റമുക്തരാക്കണം അല്ലെ, അല്ലെങ്കിൽ അവർ കുറ്റക്കാരല്ല എന്നാണ്. അപ്പോൾ എന്താണ്, ആരാണ് കുറ്റക്കാരൻ എന്നതൊരു ചോദ്യമായിട്ട് ഞാനാണ് കുറ്റക്കാരൻ എന്നുള്ളതാണ് ഇപ്പോൾ. കാരണം ഈ കത്രിക വയറ്റിൽ വെച്ച് ഞാൻ ആരും അറിയാൻ പാടില്ലായിരുന്നു, ആരോടും പറയാൻ പാടില്ലായിരുന്നു, ഞാനിങ്ങനെ ഇറങ്ങി വരാൻ പാടില്ലായിരുന്നു. എല്ലാം സ്ഥാപനം ചെയ്തത് വരെ രാഷ്ട്രീയ പ്രേരിതം എന്നുള്ള രൂപത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ വരെ പറഞ്ഞു ഹർഷീന എന്തിനാണ് തെരുവിൽ വന്ന് നിൽക്കുന്നത്, തെരുവിൽ വരേണ്ടി വന്നത് എന്തിനാണെന്ന് അവർ വീട്ടിലേക്ക് കൊണ്ടുതരുമെന്ന് എനിക്ക് തെരുവിലേക്ക് വന്ന് യുദ്ധം ചെയ്യണം, ഇവിടെ എന്ത് രാഷ്ട്രീയം അവർ കണ്ടിട്ടില്ലെന്നും കൂടി പറഞ്ഞു. രാഷ്ട്രീയ പ്രേരിത സമരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇത്രയും വേദനകൾ സഹിച്ച് ഇപ്പോഴും ഈ ജീവിത അവസാനം വരെ സഹിക്കേണ്ടുന്ന എല്ലാതരം വേദനകളും നമുക്ക് തന്നിട്ടും അതിനൊരു നീതി ഉറപ്പാക്കാതെ വീണ്ടും വീണ്ടും നമ്മളെ വേദനിപ്പിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങളും നമ്മൾ അവഗണിച്ചുകൊണ്ടാണ് സർക്കാരും ആരോഗ്യ വകുപ്പും വനിതാ കമ്മീഷൻ അടക്കം എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു നീതി എവിടെ നിന്ന് കിട്ടും? ഞാനാണോ കത്രിക വിഴുങ്ങിയത്? ഞാൻ കത്രിക വിഴുങ്ങിയതാണോ? ഇത് ആമാശയത്തിലാണെങ്കിൽ ഞാൻ വിഴുങ്ങിയാണെന്ന് പറയുന്നത്. ഒരു സർജറി, ഒരു സിസേറിയൻ നടന്ന് അവർ ഏറ്റവും വലിയൊരു കഴിവ് സംഭവിച്ചിട്ട് അതിനൊരു പരിഹാരം കാണാതെ വീണ്ടും വീണ്ടും നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതിനൊരു നീതി ഉറപ്പാക്കിയേ പറ്റൂ. നീതി എവിടെ കിട്ടുമോ അവിടെ വരെ നമ്മൾ പോരാടുന്നുള്ളതാണ്. എന്തായാലും ഹർഷീന വീണ്ടും സമരരംഗത്തേക്ക് ഇറങ്ങുകയാണ്. 29-ന് ഏകദിന സത്യാഗ്രഹത്തോടുകൂടിയാണ് അടുത്ത ഘട്ട സമര പരിപാടികൾക്ക് തുടക്കമാവുന്നത്. പിന്നീട് നിരന്തരമായി ഈ വിഷയം ഉന്നയിച്ച് രംഗത്തേക്ക് വരാൻ തന്നെ സർക്കാരിൻ്റെ കണ്ണു തുറക്കും വരെ, അല്ലെങ്കിൽ ഹർഷീനയ്ക്ക് മതിയായ നഷ്ടപരിഹാരം നൽകുന്നത് വരെ പ്രതിഷേധ രംഗത്ത് അണിനിരക്കാനാണ് ഹർഷീനയുടെ ഒപ്പമുള്ളവർ ആലോചിക്കുന്നത്. അനീഷ്, MS അനീഷ് കുമാർ തന്നെ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, ഹർഷിന തികച്ചും ന്യായമായ ഒരാവശ്യം, അതും അവർ അനുഭവിച്ച ദുരിതം പറഞ്ഞുകൊണ്ട് തെളിവുകൾ നിരത്തിയുള്ള ഒരു സമരമാണ് നടത്തിയിരുന്നത്. പക്ഷേ ഇതുവരെയും ഹർഷിനയ്ക്ക് അതിലൊരു ന്യായമായ നീതി കിട്ടിയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വീണ്ടും സമരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഹർഷിന എന്താണ് പ്രതീക്ഷിക്കുന്നത്? അശ്വതി, നമ്മൾ കണ്ടതാണ് പലപ്പോഴും നീതി തേടി ഹർഷീന സമരപഥത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മുൻവശത്ത് തന്നെയുള്ള സമരപ്പന്തലിൽ കടുത്ത
ചൂടും മഴയും മഞ്ഞുമൊക്കെ അവഗണിച്ച് ഒരുപാട് നാളുകൾ സമരമുഖത്തിരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിനൊക്കെ ശേഷം അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുന്നു, അല്ലെങ്കിൽ പോലീസിന് കേസിൻ്റെ അന്വേഷണം ഏൽപ്പിക്കുന്നു. പോലീസ് വളരെ സമർത്ഥമായി തന്നെ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുകയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുള്ള കത്രിക തന്നെയാണ് ഹർഷീനയുടെ വയറ്റിനുള്ളിൽ കുടുങ്ങിയെന്ന് കണ്ടെത്തുകയും ഇതുമായി ബന്ധപ്പെട്ട കുറ്റപത്രം സമർപ്പിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തു. എന്നാൽ ഈ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ആരോപണ വിധേയരായ ഡോക്ടർമാർ ഹൈക്കോടതിയെ സമീപിക്കുകയും അവർക്ക് കേസിൻ്റെ നടപടിക്രമങ്ങൾ താൽക്കാലികമായി സ്റ്റേ ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് നീങ്ങുകയും ചെയ്തു. പക്ഷേ ഇത്തരത്തിൽ ഡോക്ടർമാർ ഹർജിയുമായി നീങ്ങുമ്പോഴും സർക്കാർ വേണ്ട രീതിയിൽ ആ ഹർജിയെ എതിർത്തില്ല, അല്ലെങ്കിൽ ഹർഷീനയുടെ വശം പറയാൻ, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്നത് സംബന്ധിച്ച് കൃത്യമായി വിശദീകരണം പറയാൻ സർക്കാർ തയ്യാറായില്ല എന്നതാണ് ഹർഷീന പറയുന്നത്. ഈ സമരം ആരംഭിച്ച കാലം മുതൽ ഹർഷീനയ്ക്കൊപ്പമുണ്ട്, അല്ലെങ്കിൽ ഹർഷീനയ്ക്ക് നീതി ലഭ്യമാക്കും എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴും ഹർഷീനയുടെ ഇത്തരം നിയമ നടപടിക്രമങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള പിന്തുണ നൽകുന്നില്ല എന്നതാണ് ഹർഷീന ഏറ്റവും വലിയ പരാതിയായി ഉയർത്തിക്കാട്ടുന്നത്. ഈ ഷെയർ പിൻവലിപ്പിക്കാനുള്ള അടിയന്തര നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്നാണ് ഒരാവശ്യം. മറ്റൊരാവശ്യം, ഈ കത്രിക ഉള്ളിൽ കുടുങ്ങിയ നാൾ മുതൽ വലിയ ശാരീരിക പ്രശ്നങ്ങൾ കൂടി കടന്നു പോവുകയാണ് ഹർഷീന. 3 കുട്ടികളുടെ അമ്മയാണ് ആ സ്ത്രീ. അവർക്ക് അവരുടെ സ്വന്തം കാര്യങ്ങൾ പോലും നേരാവണ്ണം നോക്കി നടത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അവരുടെ ശാരീരിക സ്ഥിതി ദുർബലമായി. പലതവണ ശരീരത്തിൽ ശസ്ത്രക്രിയകൾ നടത്തേണ്ടി വന്നു. ഇനിയും ആ ശരീരത്തിലേറ്റ ക്ഷതങ്ങൾ മാറണമെങ്കിൽ ശസ്ത്രക്രിയകൾ വേണ്ടിവരും എന്നാണ് ആരോഗ്യ വിദഗ്ധർ അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. അതുകൊണ്ട് അവരുടെ ജീവിതം തന്നെ അക്ഷരാർത്ഥത്തിൽ ആ ഒരു കത്രിക മൂലം ഹോമിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അതുകൊണ്ട് അർഹമായ ഒരു നഷ്ടപരിഹാരം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നൽകണം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ആരോഗ്യ പ്രവർത്തകരായ ആളുകളുടെ പിഴവാണ് ഇത്തരത്തിലൊരു കത്രിക വയറ്റിനുള്ളിൽ കുടുങ്ങാൻ കാരണമായത്. പക്ഷേ ആ ആരോഗ്യ പ്രവർത്തകർക്കെതിരെ, അല്ലെങ്കിൽ ഡോക്ടർമാർക്കെതിരെ ഒരു അച്ചടക്ക നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഒരു ഘട്ടത്തിലും ഉണ്ടാവുന്നില്ല. നിയമ നടപടികൾ മുന്നോട്ട് പോകട്ടെ എന്ന ഒരു അലസ സമീപനം ഇക്കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് അത്തരത്തിലൊരു അച്ചടക്ക നടപടി എന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ പോലും സർക്കാർ നടത്തുന്നില്ല. അടിയന്തരമായി സ്വീകരിക്കുക, നഷ്ടപരിഹാരം നൽകുക, ഒപ്പം കോടതികളിൽ നടക്കുന്ന നിയമ നടപടികളെ പിന്തുണയ്ക്കുകയും സ്റ്റേ നീക്കാനുള്ള അടിയന്തര നടപടികൾ നീക്കുകയും ചെയ്യണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഈ 29-നാണ് ഏകദിന സത്യാഗ്രഹ സമരം അവർ നടത്താൻ പോകുന്നത്. കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള ആളുകൾ സമരപന്തലിലേക്ക് എത്തും. നേരത്തെയും ഒരുപാട് ആവശ്യങ്ങൾക്ക് ഓരോ ഘട്ടത്തിലും വലിയ പടപൊരുതലുകൾ നടത്തിയാണ് അവർ ഓരോ ആവശ്യങ്ങളും നേടിയെടുത്തത്. ഇനി അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനായും ഒരു സമരമുഖത്തേക്ക് തന്നെ ഇറങ്ങാനാണ് ഈ വീട്ടമ്മ തീരുമാനിച്ചിരിക്കുന്നത്. അശ്വതി, അതാണ് അനീഷ്, ഈ വിഷയത്തിൽ ഹർഷനയ്ക്ക് വേണ്ട ആവശ്യമായ നഷ്ടപരിഹാരം കിട്ടിയില്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ ഒരു ഗുരുതര വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയില്ല എന്ന് പറയുമ്പോഴും അവർക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കാൻ, അല്ലെങ്കിൽ ഈ സമരത്തിനിറങ്ങുന്ന ഹർഷനയ്ക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നു എന്നൊരു പരിഭവം കൂടി, ഒരു വേദന കൂടി ഹർഷന അനീഷിനോട് പങ്കുവെക്കുന്നുണ്ടായിരുന്നു. എന്തിനാണ് ഇങ്ങനെ തെരുവിലേക്ക് ഇറങ്ങുന്നത് ഈ ആവശ്യം ഉന്നയിച്ച്? ഞാനാണോ കത്രിക വിഴുങ്ങിയത് എന്നാണ് ഹർഷന ചോദിക്കുന്നത്. തീർച്ചയായും അത് തന്നെയാണ് അവർ ചോദിക്കുന്ന ഏറ്റവും പ്രധാനമായ ചോദ്യം. കാരണം ഹൈക്കോടതിയിൽ, ഈ കുന്നമംഗലം കോടതിയിൽ കുറ്റപത്രം ഹാജരാക്കി വിചാരണ നടപടികൾ തുടങ്ങാൻ നിൽക്കുമ്പോഴാണ് ഈ ഹൈക്കോടതിയിൽ സമീപിക്കുകയും സ്റ്റേ കിട്ടുകയും ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർമാർ പറയുന്നു തങ്ങളല്ല വയറ്റിനുള്ളിൽ കത്രിക വെച്ചത്, അല്ലെങ്കിൽ തങ്ങളുടെ പിഴവ് മൂലമല്ല വയറ്റിൽ കത്രിക കുടുങ്ങിയത്. അപ്പോഴാണ് ഹർഷീനയുടെ ചോദ്യം വരുന്നത്, താൻ കത്രിക വിഴുങ്ങിയതാണോ? ആ ഒരു ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ ഒരു കാലത്തും ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. ആരോഗ്യവകുപ്പിൻ്റെ ഗുരുതരമായ പിഴവാണ് ഇക്കാര്യത്തിൽ സംഭവിച്ചതെന്ന് ആരോഗ്യമന്ത്രി ഒരു കാലത്തും സമ്മതിക്കാത്ത സാഹചര്യം. തിരിച്ചു വരാം. ഇപ്പോൾ സമരസമിതിയിൽ നിന്ന് ദിനേശ് പെരുമണ്ണൂർ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ദിനേശ്, നമ്മൾ ഈ ഒരു അവസരത്തിൽ ഹർഷന വീണ്ടും സമരത്തിന് ഇറങ്ങുകയാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടാണ് ആ സ്ത്രീ ഇപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനിയും അവരുടെ ആവശ്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ സർക്കാരിനാകുമോ, അധികൃതർക്കാകുമോ എന്നുള്ള ചോദ്യം ഇപ്പോഴും ഉയരുകയാണ്. അല്ല, സർക്കാർ എന്തുകൊണ്ടാണ് ഹർഷിനക്ക് നീതി ഉറപ്പാക്കാൻ ഇങ്ങനെ വൈകുന്നത്? ഇപ്പോ നീതി ഉറപ്പാക്കാൻ ഞങ്ങളൊക്കെ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് സർക്കാരിന് ബോധ്യമായി കഴിഞ്ഞാൽ അവർക്ക് നീതി ഉറപ്പാക്കുമെന്നായിരുന്നു. ഇപ്പൊ ഹർഷിനക്ക് മുൻപിൽ എത്തിച്ചേർന്ന നീതിയുടെ വാതിലുകൾ കൊട്ടിയടക്കുകയാണ്. സർക്കാർ തന്നെയാണ് ഇപ്പോൾ കൂട്ടുനിൽക്കുന്നത് ഈ കേസ് അട്ടിമറിക്കാൻ.
ആദ്യം സർക്കാർ പറഞ്ഞത് എന്താ? സർക്കാർ പറഞ്ഞു ഇത് എവിടെ നിന്നാണ് എന്ന് കൃത്യമായിട്ട് തെളിയിക്കപ്പെടട്ടെ, എന്നാൽ ഹർഷിനക്ക് നഷ്ടപരിഹാരം നൽകും, കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കും. ഈ സർക്കാരിന്റെ തന്നെ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ സുദർശനന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ടീം അന്വേഷിച്ച് ആ അന്വേഷണത്തിലാണ് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടത്. കൃത്യമായിട്ടും അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഈ നെഗ്ലിജൻസ് നടന്നിട്ടുള്ളത്. അവരുടെ വയറ്റിനകത്ത് 12 സെന്റിമീറ്റർ നീളത്തിലും 6 സെന്റിമീറ്റർ വീതിയിലുമുള്ള ഈ പ്രസവ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണം പെട്ടിട്ടുള്ളത്. അത് പേറി 6 വർഷക്കാലം ആ സഹോദരി കഷ്ടപ്പെട്ട് വലിയ ദുരിതം പേറി ജീവിച്ചവരാണ്. എന്നിട്ടത് ആ കത്രിക പുറത്തെടുത്തതിന് ശേഷം മന്ത്രി പറഞ്ഞത് ഇത് എവിടെ നിന്നാണെന്ന് തെളിയട്ടെ. എല്ലാം നടന്നത് ഹർഷിനയുടെ ശസ്ത്രക്രിയ നടന്നത്, പ്രസവം നടന്നിട്ടുള്ളത് ആദ്യം 2 താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ വെച്ച്, പിന്നീട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ്, 3 സർക്കാർ ആശുപത്രിയിൽ വെച്ചാണ്. ഏത് ആശുപത്രിയാണെങ്കിലും സർക്കാരായിരുന്നു ഉത്തരവാദി. പക്ഷെ അന്ന് പറഞ്ഞത് ഇത് ഏത് ആശുപത്രിയിൽ നിന്നാണെന്ന് തെളിയട്ടെ. അപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്നാണ് 2 ഡോക്ടർമാരും 2 നഴ്സസ്മാരും പ്രതികളാണ് എന്ന് കൃത്യമായും തെളിവുകളോടുകൂടി ഈ സർക്കാരിന്റെ തന്നെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടും എന്തുകൊണ്ടാണ് ഹർഷിനക്ക് നീതി ഉറപ്പാക്കാത്തത്? നീതി ഉറപ്പാക്കുന്നില്ല എന്ന് മാത്രമല്ല, ഹർഷിനയുടെ പേരിലുള്ള കുന്നമംഗലം കോടതിയിലുള്ള കേസ് ഹൈക്കോടതിയിൽ ആ കേസിന് സ്റ്റേ കിട്ടാൻ ഇവിടെയുള്ള പ്രോസിക്യൂഷൻ സർക്കാരിന്റെ അഭിഭാഷകർ മൗനം പാലിച്ചു, പ്രതികൾക്ക് അനുകൂലമായി നിന്നു എന്നാണ് ഞങ്ങൾ ആരോപിക്കുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ ഇത് വളരെ സർക്കാർ തന്നെ ഇപ്പോ അവർക്ക് നീതിയുടെ വാതിലുകൾ കൊട്ടിയടക്കുകയാണ്. ശ്രീ ദിനേശ് പെരുമണ്ണ, ഇതിനു മുമ്പും ഹർഷിന തെരുവിലേക്ക് ഇറങ്ങിയിരുന്നു, നമ്മൾ കണ്ടതാണ് ആ സമരം. പക്ഷേ ഇപ്പോൾ അല്ലെങ്കിൽ ഒരു തവണ കൂടി ഇറങ്ങുമ്പോൾ പ്രതീക്ഷ വയ്ക്കുന്നത് എന്താണ്? ഇത്രയും നാളിത് കാണാതിരുന്ന അല്ലെങ്കിൽ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ച ആളുകൾ ഇനിയും കണ്ണു തുറക്കുമെന്നാണോ പ്രതീക്ഷ? അല്ല, ഹർഷിന മാത്രമല്ലല്ലോ ഈ സമരത്തിന് ഇറങ്ങുന്നത്. ഹർഷിനക്കൊപ്പം വലിയ ഒരു സമരസമിതി, ഒരു പൊതുജനങ്ങളുടെ ശക്തിയുണ്ട്. ആ ശക്തി ഒന്നടങ്കം ഹർഷിനക്കൊപ്പം ഉണ്ട്. 104 ദിവസക്കാലം കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ തെരുവിലിരുന്നു കൊണ്ട് സഹോദരി സമരം ചെയ്തപ്പോൾ ഞങ്ങളെല്ലാം ആ സമരസമിതി അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളതാണ്. അവരെ കാക്കാൻ കേരളത്തിലെ പൊതുസമൂഹം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ അതിന് മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹർഷിനയുടെ മാത്രം തീരുമാനമല്ല, ഞങ്ങൾ സമരസമിതിയുടെ കൂടി തീരുമാനമാണ് കോഴിക്കോട് കലക്ട്രേറ്റിന് മുൻപിൽ ഈ വരുന്ന അടുത്ത ദിവസം അവിടെ 29-ാം തീയതി ഏകദിന സത്യാഗ്രഹം നടത്താൻ, തുടർന്നും സമരങ്ങൾ ചെയ്യും. ഈ സെക്രട്ടേറിയറ്റ് ഈ നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഞങ്ങൾ സമരം ചെയ്യും. തുടർന്ന് ഈ സമരങ്ങൾ ഞങ്ങൾ കൊണ്ടുപോകും. ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ വലിയ ചർച്ചകളാണല്ലോ നടക്കുന്നത്. ആരോഗ്യ വകുപ്പ് മന്ത്രി പറയുന്നത് ആരോഗ്യ മേഖല കേരളത്തിലേത് വാനോളം ഉയർന്നു നിൽക്കുന്നു, ഏത് സംവാദത്തിനും തയ്യാറാണ് എന്നാണ്. ആ സഹോദരി ആരോഗ്യ വകുപ്പ് മന്ത്രിയെ സംവാദത്തിന് വിളിച്ചില്ലേ? ഹർഷിന ആരോഗ്യ വകുപ്പ് മന്ത്രിയുമായിട്ട് സംവാദത്തിന് തയ്യാറാണ്. ആ സംവാദത്തിന് വേദിയൊരുക്കാൻ മന്ത്രി പറയുന്ന ഇടത്ത് സമരസമിതി തയ്യാറാണ്. എന്തുകൊണ്ടാണ് അവരുടെ മുന്നിൽ മന്ത്രി ഒളിച്ചോടുന്നത്? ഈ സർക്കാർ ഒളിച്ചോടുകയല്ലേ? അപ്പോ ഹർഷിനെ ഒറ്റയ്ക്കല്ല, വീണ്ടും ഈ സമരം കേരളത്തിൽ ആളിപ്പടരും. ശരി, വളരെയധികം നന്ദി ശ്രീ ദിനേശ് പെരുമണ്ണ ഞങ്ങളോട് സംസാരിച്ചു. എന്തായാലും സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഹർഷിന ഒറ്റയ്ക്കല്ല എന്ന് പറയുമ്പോൾ സമരസമിതി അത്രയ്ക്ക് കൂടെ നിൽക്കുന്നു. ഇനിയും മുന്നോട്ട് പോകും, സമര രീതി മാറ്റിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ശ്രദ്ധ നേടുമെന്ന് തന്നെയാണ് സമരസമിതിയും പറയുന്നത്. അനീഷ് തുടരുന്നുണ്ട്. അനീഷ്, ഈ ഹർഷിന നേരത്തെയും സമരം ഇരുന്നതാണ്, 100 ദിവസത്തിലകം അധികമൊക്കെ സമരം ഇരുന്ന ആളാണ്. ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ ആരോഗ്യ കേരളത്തെക്കുറിച്ചൊക്കെ നമ്മൾ വാനോളം പറയുമ്പോൾ ഒരു കത്രിക ഉള്ളിൽ വെച്ച് ഒരു സർജറിക്ക് ശേഷം ഒരു രോഗിയുടെ വയറിനുള്ളിൽ കത്രിക വരിക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്രത്തോളം നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതിൽ ഒരു നടപടി ഉണ്ടായില്ല. ഇത് കണ്ടുപിടിച്ച ഉടനെ ഒരു നടപടി ഉണ്ടാകേണ്ടതാണ്, അല്ലെങ്കിൽ തെളിവുകൾ നിരത്തിയപ്പോഴെങ്കിലും നടപടി ഉണ്ടാകേണ്ടതാണ്. അതുപോലും ഉണ്ടായില്ല എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമല്ല. തീർച്ചയായും അശ്വതി, നമുക്കറിയാം മലബാറിലെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും അധികം ആളുകൾ എത്തുന്ന ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി. വളരെ കാര്യപ്രാപ്തിയുള്ള ഒരുപാട് ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടർമാരും നഴ്സുമാരുമൊക്കെ അവരുടെ നിസ്വാർത്ഥമായ സേവനം നൽകുന്ന ഒരു ഇടം കൂടിയാണ്. പക്ഷേ അവിടെ നിന്നും പതിവായി
പരാതികൾ ഉയരുന്നു. നമുക്കറിയാം ICUവിൽ ഒരു രോഗിയായ സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥ, ശരീരഭാഗം മാറി ശസ്ത്രക്രിയ ചെയ്യപ്പെടുന്ന അവസ്ഥ, ഒപ്പം ഒരു ബ്ലോക്ക്, ഒരു കെട്ടിടം അപ്പാടെ തീ പിടിച്ച് നശിക്കുന്ന അവസ്ഥ. ആ തീപിടുത്തമുണ്ടായി ആഴ്ചകൾ കഴിഞ്ഞ് അല്ലെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞിട്ട് പോലും പൂർണ്ണ രീതിയിലേക്ക് അല്ലെങ്കിൽ ആ കെട്ടിടത്തിൻ്റെ പ്രവർത്തനം പുനരാരംഭിക്കാൻ കഴിയാത്ത വിധം സ്തംഭനാവസ്ഥയിലായിരിക്കുന്ന അവസ്ഥ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഓരോ വിഷയവും ഒറ്റപ്പെട്ട വിഷയമാണ് എന്ന് പറഞ്ഞ് അതിനെ പ്രതിരോധിക്കുന്നതിനപ്പുറം എന്താണ് പ്രശ്നമെന്ന് കൃത്യമായി കണ്ടെത്താനുള്ളൊരു നീക്കം നടത്തുന്നില്ല എന്ന് തന്നെയാണ് ഹർഷീന അടക്കം പറയുന്നത്. കാരണം ഹർഷീനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതുകൊണ്ട് അല്ലെങ്കിൽ ആ ശസ്ത്രക്രിയ ഉപകരണം കുടുങ്ങിയതുകൊണ്ട് ആശുപത്രി ഒന്നടങ്കം മോശമാണ്, അല്ലെങ്കിൽ ആശുപത്രിയിൽ ചികിത്സയെല്ലാം പിഴവുകൾ നിറഞ്ഞതാണ് എന്ന ആരോപണമൊന്നും അവർ ഉന്നയിക്കുന്നില്ല. പക്ഷേ ഈ പിഴവുകൾ ഉണ്ടാകുമ്പോൾ ആ പിഴവുകൾ എവിടെ നിന്നുണ്ടായി എന്ന് കണ്ടെത്തുന്നതിനും പിഴവിന് കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ മാതൃകാപരമായ നടപടിയെടുക്കുന്നതിനും ഈ പിഴവിൻ്റെ പരിണതഫലം അനുഭവിക്കുന്ന ഇരയ്ക്ക് മതിയായ നഷ്ടപരിഹാരം നൽകുന്നതിനുമുള്ള ബാധ്യത ആ ആരോഗ്യ സംവിധാനമുണ്ട്. അപ്പോഴാണ് സുഭദ്രമായ സംവിധാനത്തെക്കുറിച്ച് കുറച്ചുകൂടി ഒരു വിശ്വാസ്യത ആളുകൾക്ക് വരിക. പക്ഷേ ഇത് ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോഴും അത് മറച്ചു വയ്ക്കുന്നതിനോ അല്ലെങ്കിൽ അത് അംഗീകരിക്കാതിരിക്കുന്നതിനോ ഇരയുടെ നീതി നിഷേധിക്കുന്നതിനുള്ള നീക്കമാണ് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നതെന്നാണ് ഹർഷീന ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. എന്താണ് ആ തടസ്സം? പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശസ്ത്രക്രിയക്കിടെയാണ് ഈ ഉപകരണം വയറ്റിൽ കുടുങ്ങിയതെന്ന്. ഉത്തരവാദികളായ ഡോക്ടർമാർ ആരൊക്കെയാണ് എന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇത്ര കൃത്യമായ തെളിവുകൾ ലഭിച്ചിരിക്കുന്ന സാഹചര്യത്തിലും എന്തിനാണ് വീണ്ടും ഒരു പ്രതിരോധം തീർക്കാൻ മന്ത്രി ശ്രമിക്കുന്നത്? അല്ലെങ്കിൽ ഇരയെ വീണ്ടും വീണ്ടും ആക്ഷേപിക്കുന്ന അവർ നടത്തുന്ന സമരങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയുന്നത് എന്തിനു എന്ന ചോദ്യമാണ് ഇപ്പോഴും ബാക്കിയാവുന്നത്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി തന്നെയാണ് വീണ്ടും ഹർഷീന സമരമുഖത്തേക്ക് ഇറങ്ങുന്നത്. ശരി, എം എസ് സനീഷ് കുമാറാണ് വിശദവിവരങ്ങൾ നൽകിയത്.